Dear students, welcome to Leeds College online class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ കാണേണ്ട സമവാക്യങ്ങളും 2-3 പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അത് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പം പവറുമായിട്ട് ബന്ധപ്പെട്ട് P = IV, P = y²R, P = v²/r ഈ 3 സമവാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ 3 സമവാക്യങ്ങൾ അപ്ലൈ ചെയ്യാനും കൂടി അറിയണം. അതേപോലെ പവറുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റ് ഇക്വേഷൻസ് വെച്ചിട്ട്, അതായത് R കാണാനുള്ള പ്രതിരോധം അല്ലെ റെസിസ്റ്റൻസ് കാണാൻ R = v²/p ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മൾ മാറ്റി വെച്ചൊരു ടോപ്പിക് ഉണ്ട്, റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആൻഡ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് അല്ലേ. ഈ 2 ടോപ്പിക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഹീറ്റിംഗ് എഫക്റ്റിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് റെസിസ്റ്റേഴ്സ് ഇൻ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, അതായത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അപ്പോൾ എങ്ങനെയൊക്കെ റെസിസ്റ്റേഴ്സിനെ സർക്യൂട്ടിൽ ഘടിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് അതിൻ്റെ അത് 2 രീതിയിൽ ഘടിപ്പിക്കാം. ഒന്ന് സീരീസ് കണക്ഷൻ, രണ്ടാമത്തത് പാരലൽ കണക്ഷൻ. അപ്പോൾ സീരീസ് കണക്ഷൻ എന്താണ്, പാരലൽ കണക്ഷൻ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവാണ് അല്ലേ, അല്ലെങ്കിൽ അതിനുള്ള എബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ റെസിസ്റ്റൻസിനെ 2 രീതിയിൽ ഘടിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സീരീസ് കണക്ഷനും ഒന്ന് പാരലലും. എന്താണ് സീരീസ് എന്ന് പറയുന്നത്? സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്, അതായത് റെസിസ്റ്റേഴ്സിൻ്റെ സിമ്പലാണ് ഈ കാണിച്ചിരിക്കേണ്ട, ഇതാണ് റെസിസ്റ്ററിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇതിനെ വൺ ആഫ്റ്റർ അതർ, ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഘടിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കണക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? സീരീസ് കണക്ഷൻ എന്ന് പറയും. അതായത് ട്രെയിനിൻ്റെ ബോഗിയൊക്കെ ഘടിപ്പിച്ച് കണ്ടിട്ടില്ലേ, ഒന്നിൻ്റെ പിറകിലായിട്ടാണ് ഘടിപ്പിക്കുക. അതായത് ഈ രീതിയിൽ, അതായത് ഇത് 2 റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ രീതിയിൽ ഘടിപ്പിച്ച് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സീരീസ് കണക്ഷൻ എന്ന് പറയാം. ഒന്നിൻ്റെ ബാക്കിലായിട്ടാണ് മറ്റൊന്ന് ഘടിപ്പിച്ചിരിക്കുന്നത്, പിറകിലായിട്ടില്ല. അപ്പം ഇങ്ങനെ വൺ ആഫ്റ്റർ അതർ. അപ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സീരീസ് കണക്ഷൻ. ഇത് R1, ഇതിന് R2 എന്ന് പേര് കൊടുക്കും. ഇതിപ്പം എത്ര വേണമാവാം, R3 ഉണ്ടാവാം, R4 ഉണ്ടാവും, R5, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അതൊരു സീരീസ് എന്താണ്, ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആയിട്ട് പോകുന്നതാണ്. അപ്പം ഞാനിതിന് ജസ്റ്റ് ഒരു വില കൊടുക്കുകയാണ്, 2 ohm 3 ohm. ഓക്കെ, ഇവിടെ ഒരു നമുക്കൊരു വോൾട്ടേജ് കൊടുക്കാം, 6 volt. ഓക്കെ, ഒരു 6 volt കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകതകളും അതേപോലെ ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഒരു സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിലെ ആകെയുള്ള റെസിസ്റ്റൻസിനെ, ഈ സർക്യൂട്ടിലെ മൊത്തം റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ടാണ്. എന്തെന്ന് പറയുന്നത്? ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് എത്ര എണ്ണം ഉണ്ടോ അതിനെല്ലാം ആഡ് ചെയ്തു പോയാൽ മതി. എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യുക, തുടർച്ചയായിട്ട് ആഡ് ചെയ്ത് പോകും. R1 + R2, ഇതിപ്പം R3 ഒന്നുകൂടി ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, R3 എന്ന് ചെയ്തു, ഒന്നുകൂടി ഉണ്ട് R4 എന്ന് ചെയ്തു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സർക്യൂട്ട് പ്ലസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അത് +Rn വരെ. ഇതാണ് ഏത് കാണ്ട ഇക്വേഷൻ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ. അതായത് R1 + R2 + R3 അങ്ങനെ പോകും അല്ലേ. അപ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസ് = R1 + R2 + R3 എന്ന് പഠിച്ചേക്കും. അതായത് 3 ഉണ്ട്, ഇപ്പോൾ 4 ഉണ്ട്, അതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മറ്റ് പ്രത്യേകത എന്തൊക്കെയാണ്? ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത്, ഇപ്പം ഇതിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ്. I എന്ന് പറയുന്നത് ഓംസ് ലോ പ്രകാരം V/R ആണ് അല്ലേ. I = V/R. അപ്പം ഇതിൻ്റെ മൊത്തം ഇതെത്രയായിരിക്കും, കറണ്ട് എത്രയായിരിക്കും? മൊത്തം കറണ്ട് എന്ന് പറയുന്നത് V എന്ന് പറയുന്നത് 6 ആണ്, 6/5 അല്ലേ. R എത്രയുണ്ട്? R എങ്ങനെയാണ്? 2 കൂടി കൂട്ടിയിട്ടിട്ടാണ് എപ്പോഴും സർക്യൂട്ടിലെ മൊത്തം കറണ്ട് കാണുക. അതായത് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കാണാൻ പറഞ്ഞാൽ എപ്പോഴും ഏത് സർക്യൂട്ടിലൂടെ കറണ്ട് കാണാൻ പറഞ്ഞാലും കുറേ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കുറേ ഡിവൈസസ് ഉണ്ടെങ്കിൽ ആ മൊത്തം ഡിവൈസസിൻ്റെയും റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ
എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. അതായത് 2 + 3 6/5 എന്ന് വരും. 6/5 ആംപിയർ 1 പോയിന്റ് സംതിങ് ഉണ്ടാവും അല്ലേ, 1.5 അല്ലേ, അതായത് അല്ല 1 പോയിന്റ് സംതിങ്. ആ 6/5 എന്ന് പറഞ്ഞാൽ 6ൽ 5 പോകില്ല. അപ്പം 6ൽ എന്ത് ചെയ്യും നമ്മൾ ഡെസിമലായിട്ട് പോയിന്റ് വരും എപ്പോഴും. 6/5 ആംപിയർ. ഈ 6/5 ആംപിയർ ആയിരിക്കും ഇതിലൂടെ ഒഴുകുന്നതും ഇതിലൂടെ ഒഴുകുന്നതും. കാരണം കറണ്ടിന് വിഭജിച്ച് പോകാൻ, ഡിവൈഡ് ചെയ്തു പോകാൻ വേറെ പാത്തില്ല. ഉണ്ടോ? വേറെ പാതകളുണ്ടോ ഇവിടെ? ഇല്ല. വേറെ പാതകളില്ലാത്തത് കൊണ്ട് തന്നെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് കറണ്ട് ഫ്ലോയിങ് ഇൻ ദി സർക്യൂട്ട് അല്ലേ, ഇതിനോട് ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് R1ൻ്റെ അകത്തൂടെ ഒഴുകുന്ന കറണ്ടും R2 ഒഴുകുന്ന കറണ്ടും എപ്പോഴും തുല്യമായിരിക്കും. അതായത് 6/5 ആണ് R1 കൂടി ഒഴുകുക, R2 കൂടി എത്ര തന്നെയായിരിക്കും ഒഴുകുക? 6/5 ആയി. കാരണം ഇതിന് വേറെ വഴികളൊന്നുമില്ല കറണ്ടിന് ഒഴുകാൻ, ഒരു പാതയെ അവിടെയുള്ളൂ. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറണ്ട് എപ്പോഴും എന്തായിരിക്കും? കറണ്ട് ഈക്വൽ ആണ് അല്ലേ, കറണ്ട് ഈസ് ഈക്വൽ. അതായത് കറണ്ട് എപ്പോഴും എന്തായിരിക്കും? കറണ്ട് ഫ്ലോ ചെയ്യുന്ന എപ്പോഴും ഈക്വൽ ആയിരിക്കും. എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ അവസ്ഥ നോക്കുക നമ്മൾ. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും തുല്യമായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് ഞാൻ പറയുന്നത് V1 ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെത് V2. ഇവിടെ കിട്ടുന്നത് ഇവിടെയുള്ളത് V1, ഇവിടെയുള്ളത് V2. അതായത് V1ഉം V2ഉം കൂട്ടിയാലേ നമുക്ക് എത്ര കിട്ടും? ഈ 6 കിട്ടും. അതായത് എപ്പോഴും വോൾട്ടേജ് ഈക്വൽ ആയിരിക്കില്ല. വോൾട്ടേജ് എന്ത് ചെയ്യൂ? ഇറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റർ. റെസിസ്റ്ററിൻ്റെ വാല്യൂ അനുസരിച്ച് അതെന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യപ്പെടും. അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യപ്പെടുക നോക്കുക. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണ് നമുക്കറിയണം? V. ഓംസ് ലോ പ്രകാരം V എന്താണ്? IR ആണ്. I × R ആണ് V എന്ന് പറയുന്നത്. അപ്പം V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 എന്ന് പറയുന്നത് I × R1 ആയിരിക്കും. ഇവിടെയുള്ള റെസിസ്റ്റൻസ് R1. അപ്പം I എന്ന് പറയുന്നത് 6/5 ആണ്. 6/5 × എത്രയാണ്? 2 അല്ലേ, അതായത് 12/5 കിട്ടും അല്ലേ. 12/5 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് കിട്ടുക, 2 പോയിന്റ് സംതിങ് ഉണ്ടാവും അവിടെ അല്ലേ. 12/5 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് കിട്ടുക. അതായത് 12ൽ 5 2 പ്രാവശ്യം പോകും, പിന്നെ പോകില്ല. നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. അതായത് വേണമെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 5 അല്ലേ. 2 10 2.4 2.4 എന്ന് കിട്ടും. 2.4 വോൾട്ട്. ഇതിന് കിട്ടിയ 2.4 വോൾട്ടാണ്. ഇനി ഇതിന് കിട്ടിയ എത്രയാണെന്ന് നോക്കുക. ഇതിന് കിട്ടുന്നത് എങ്ങനെയാണ് കാണുക? അത് V2 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കുക നമ്മൾ. V2 എന്ന് പറയുന്നത് I × R2 ആയിരിക്കും. I × R2. I എത്രയാണ്? 6/5. 6/5 × R2 എത്രയാണ്? 3. അപ്പം 18 അല്ലേ. 6 × 3 18 ഡിവൈഡഡ് 5. 18 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 353 എത്ര കിട്ടുക? 6. 3.6 വോൾട്ട്. രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്നുണ്ട്? 3.6 + 2.4 = 6 അല്ലേ. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തമുള്ള വോൾട്ടേജ് കിട്ടും. അപ്പം വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അത് എപ്പോഴും ഡിവൈഡ് ചെയ്തു പോകും. ഏതിനനുസരിച്ച്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിനനുസരിച്ച്, അതിൻ്റെ വില എത്രയാണോ അതിനനുസരിച്ച്. എപ്പോഴും കൂടുതൽ വോൾട്ടേജ് കിട്ടി ഏതിനാ നോക്കുക. 2 ഓമിന് കിട്ടിയ എത്രയാ? 2 ഓമിന് കിട്ടിയ 2.4. എന്നാൽ 3 ഓമിന് കിട്ടിയ എത്രയാ? 3.6. കൂടുതൽ വോൾട്ടേജ് എപ്പോഴും കിട്ടുക ഹയർ റെസിസ്റ്റൻസിനാണ്. എപ്പോഴും റെസിസ്റ്റൻസ് കൂടുതലുള്ളതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുക. അതായത് ഇതിപ്പോൾ നോക്കിയാൽ നമുക്ക് ഇവിടെ ഇപ്പം ഈ റെസിസ്റ്ററിന് പകരം ഞാൻ അതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക? 2 ബൾബ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ബൾബ് വെച്ച് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക, ഇവിടെ 2 ബൾബ് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതാണ് ബൾബിൻ്റെ സിമ്പൽ. അപ്പം ഇതിൻ്റെ ഈ ബൾബിൻ്റെ 50 വാട്ട്സ്, ഇത് 100 വാട്ട്സ്. ഇപ്പം ഒരു എക്സാമ്പിൾ ചോദിച്ചാണ് ഇതിലേത് ബൾബാണ് നല്ലോണം പ്രകാശിക്കുകയെന്ന് അല്ലേ. ഇതിൻ്റെ അകത്ത് ഏതാണ് നല്ലോണം പ്രകാശിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ വോൾട്ട് നമുക്കൊരു 200 വോൾട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും 100 പവർ കൂടുതൽ 100 നല്ലോണം പ്രകാശിക്കുക. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ഉള്ളത് 50 വാട്ട്സും 100 വാട്ട്സാണ്. അപ്പോൾ ഇവിടെ വോൾട്ട് തുല്യമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിന് കിട്ടുന്ന വോൾട്ടേജും ഇതിന് കിട്ടുന്ന വോൾട്ടേജും ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. ആണോ? ഈക്വൽ ആവും എപ്പോൾ? ഇത് രണ്ടും ഒരേ ബൾബാണെങ്കിൽ ഈ 200 വോൾട്ട് ചിലപ്പോൾ 100 കിട്ടും 100 കിട്ടും, മൊത്തം 200.
എന്നാൽ ഇവിടെ ഇപ്പോൾ 50ഉം 100ഉം ഉള്ളത്. അപ്പം വോൾട്ടേജ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് പോകും. അതെങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവുക? ഇങ്ങനത്തെ കേസിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സർക്യൂട്ടിലൂടെ കറണ്ട് കാണണം. ഐ എങ്ങനെയാണ്? ഐ ഈക്വൽ ടു വി ബൈ ആർ അല്ലേ? വി എത്രയായി? 200 ഡിവൈഡഡ് ബൈ എത്ര കിട്ടുക? ആറ് എത്രയുള്ളത്? മൊത്തം 6. അപ്പം മൊത്തം 6 നമ്മൾ കാണണം. മൊത്തം 6 കാണണമെങ്കിൽ പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഇതിൻ്റെ 6 കാണണം. 6 കാണേണ്ട ഇക്വേഷൻ എന്താ? വി സ്ക്വയർ ബൈ പി എന്ന് വരും. അപ്പോൾ ഒന്നാമത്തെ ബൾബ് 50 വാട്ട്സിൻ്റെ വി എത്ര? 200. 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ പി എത്രയാ? 50. 0 ക്യാൻസൽ 0 ക്യാൻസൽ. 20ൽ 5 എത്ര? 4 അല്ലേ? അപ്പം എത്ര കിട്ടും? 800 ഓം. ഇതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാ? 800 ഓമാ അല്ലേ? എൻ്റെ ഇതിൻ്റെ എത്രയായിരിക്കും കിട്ടുക? ഇതിൻ്റെ ചെയ്ത് നോക്കിയാൽ വി സ്ക്വയർ ബൈ പി, ആർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി. അപ്പം ആർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് പറയുമ്പോൾ 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ 100. 100 200ൽ 2 ടൈംസ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 4 400 ഓം. ഇവിടെ കിട്ടുക 400 ഓം. അപ്പം നമ്മൾ ഇത് കണ്ടെത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തിരിയും കൂടുതൽ വോൾട്ടേജ് കിട്ടിയതിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലാണ്. ഏതിനാ? 50 വാട്ട്സ്. അല്ലെങ്കിൽ നമുക്ക് ഞാൻ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇവിടെ ഇപ്പം മൊത്തം ഐ കാണുന്ന മൊത്തം റെസിസ്റ്റൻസ് എടുക്കണം. അതായത് 800 പ്ലസ് 400. ഇപ്പം 200 ഡിവൈഡഡ് ബൈ 1200. 0 ക്യാൻസൽ 0 ക്യാൻസൽ അല്ലേ? 2/12 എന്ന് പറഞ്ഞാൽ 1/6. 1/6 ആംബിയർ. 1/6 ആംബിയർ കിട്ടൂലേ ഇവിടെ? ഇവിടെ എത്ര കിട്ടി നമുക്ക്? ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് 1/6 ആംബിയറാണ്. അപ്പോൾ ഇതിന് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? V1. V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/6 ഇൻറ്റു ഇതിൻ്റെ റെസിസ്റ്റൻസാണ് 800. ഇനി ഇതിന് കിട്ടുന്നതോ? V2 ഈക്വൽ ടു 1/6 ഇൻറ്റു 400. കൂടുതൽ വോൾട്ടേജ് എപ്പോഴും കിട്ടിയതിനായിരിക്കും? റെസിസ്റ്റൻസ് കൂടുതലുള്ളതിനായിരിക്കൂലേ? അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് തിരിയും. 1/6 ഇൻറ്റു 800 800/6 ചെയ്ത് നോക്കിയാൽ 400/6 ചെയ്ത് നോക്കിയാലും വലിയ വില ഉണ്ടാകും ഇതിനായിരിക്കും. ഓക്കെ, അപ്പം ഇല്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും പവർ കുറഞ്ഞതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. എപ്പോഴും പവർ കുറഞ്ഞ ഡിവൈസിന് എന്ത് കൂടുതലായിരിക്കും? റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇവിടെ ഇപ്പോൾ 100ഉം 50 അല്ലേ തന്നത്? ഇതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, കാരണം പവർ കുറവാണ്. ഇനിയിപ്പോൾ നിങ്ങളിപ്പം 500 വാട്ട്സ് 100 വാട്ട്സ്, ഇതിൻ്റെ അകത്ത് ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ? 100 വാട്ട്സിന്. പവർ കുറഞ്ഞതിനാണ് എപ്പോഴും എന്ത് കൂടുതലുണ്ടാകുക? റെസിസ്റ്റൻസ് കൂടുതലുണ്ടാകുക. ഇനിയിപ്പോൾ ഇത് സീരീസിലെ കണക്ട് ചെയ്ത് ഏതാ നല്ലോണം കത്തുകയെന്ന് ചോദിക്കും. ഇവിടെ വോൾട്ടേജ് കൂടുതൽ കിട്ടുന്ന ഏതിനാ? റെസിസ്റ്റൻസ് കൂടുതലല്ല. അപ്പോൾ 50 വാട്ട്സിൻ്റെ ബൾബാണ് നല്ലോണം പ്രകാശിക്കുക. ഓക്കെ, 50 വാട്ട്സ് 50 വാട്ട്സിൻ്റെ ബൾബാണ് നല്ലോണം ഗ്ലോ ചെയ്യുക. കാരണം എന്താ? ഇതിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്? കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം പഠിച്ചു. എന്താ പഠിച്ചത്? ഇതിൻ്റെ പ്രത്യേകതയാണ് പഠിച്ചത്. അതായത് സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ഈസ് ഈക്വൽ. കറണ്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും. കറണ്ട് ഈക്വൽ ആയിരിക്കും അല്ലേ? കറണ്ട് ഐ ഈക്വൽ ആണ്. എന്നാൽ വോൾട്ടേജോ? വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ അല്ല അല്ലേ? ഇറ്റ്സ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്ററിൻ്റെ വിലയ്ക്കനുസരിച്ച് എന്ത് ചെയ്യും? അത് ഡിവൈഡ് ചെയ്ത് പോകും. എപ്പോഴും ഏതിനാ കൂടുതൽ കിട്ടുക? കൂടുതൽ വോൾട്ടേജ് എപ്പോഴും കിട്ടുക ഹയർ റെസിസ്റ്റൻസ് ഉള്ളതിനാണ്. കൂടുതൽ റെസിസ്റ്റൻസ് ഏതിനാണോ ആ ഡിവൈസിനാണ് എപ്പോഴും വോൾട്ടേജ് കൂടുതൽ കിട്ടുക. മൂന്നാമത്തെ കാര്യം, ഇത് നമുക്ക് പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സെപ്പറേറ്റ്, അതായത് ഞാൻ ഇതിനെ ഓണാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ച് വെച്ചു. ഇവിടെ ഒരു സ്വിച്ച് വെച്ച് ഇത് മാത്രമല്ല ഓണാകുക, ഇത് രണ്ടും ഓണാവും. അപ്പോൾ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് സ്വിച്ചസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ യൂസിങ് ഇൻഡിവിജ്വൽ സ്വിച്ചസ്. അതായത് സെപ്പറേറ്റ് സ്വിച്ചസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താണ്? കാരണം ഇതിൻ്റെ അകത്തൂടെ എന്താണ്? ഒരു പാത്ത കറണ്ടിന് പോകാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൂടെ ഫ്ലോ ചെയ്തിട്ട് വേണം കറണ്ട് ഇപ്പുറത്തെത്താൻ. അപ്പോൾ ഇവിടെ ഒരു സ്വിച്ച് വെച്ചാൽ ഇതും ബ്ലോ ചെയ്യും, ഇതും, അല്ലെങ്കിൽ ഇതും വർക്ക് ചെയ്യും, ഇതും വർക്ക് ചെയ്യും, ഇല്ലേ? അപ്പം ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ യൂസിങ് ഇൻഡിവിജ്വൽ സ്വിച്ചസ്. അതേപോലെ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. അതായത് ഇപ്പോൾ 2 Ω 4 Ω. അപ്പം 2 ഉം 4 എത്രയാ? 2 + 4 = 6 Ω. ഇനിയിപ്പോൾ ഒന്നുകൂടി വന്ന് ഇതൊരു 5ൻ്റെ ആയിരിക്കാം. അപ്പോൾ 6 Ω + 5 എത്രയായി? 11 Ω. അപ്പോൾ ഇതിങ്ങനെ കൂടി വരുന്നില്ലേ? അതായത് റെസിസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടി വരും. അപ്പം റെസിസ്റ്ററിൻ്റെ എണ്ണം, നമ്പർ ഓഫ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫക്റ്റീവ് സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഒന്നുകൂടി പറയാണ്, ശ്രദ്ധിക്കാം. കറണ്ട് ഈക്വലാണ്. കാരണം കറണ്ടിന് ഒഴുകാൻ വേറെ പാത്തില്ല.
വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ്സ് ഗെറ്റ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അത് എന്താണ് റെസിസ്റ്ററിൻ്റെ വിലക്കനുസരിച്ച് ഡിവൈഡ് ചെയ്ത് പോകും. അതായത് ഈക്വൽ അല്ലാന്ന് അല്ലേ, അതായത് കറണ്ട് ഈക്വൽ വോൾട്ടേജ് ഡിഫറെൻറ്റ്. പിന്നെ എന്താ അടുത്ത പഠിച്ചത്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അടുത്ത് എന്താ പഠിച്ചത്? ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ യൂസിങ് ഇൻഡിവിജ്വൽ സ്വിച്ചേഴ്സ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സീരീസ് കണക്ഷൻ്റെ ഇത് കാണേണ്ട ഇക്വേഷൻ R1 + R2 + R3 ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ, ഇതിൻ്റെ സീരീസ്. അടുത്തത് എന്താണ്? നമ്മുടെ പാരലൽ. അപ്പോൾ നമ്മൾ സീരീസ് കണക്ഷൻ എന്താണെന്ന് പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പാരലൽ കണക്ഷനാണ്. എങ്ങനെയാണ് പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക, അതേപോലെ ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെ, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. അപ്പം എന്താണ് പാരലൽ കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്തു പോകുന്നുണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു ജംഗ്ഷൻ എത്തും. ഈ ജംഗ്ഷനിൽ കറണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 2 പാത്തുണ്ട് കറണ്ടിന് ഒഴുകാൻ. ഇങ്ങനെ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, കറണ്ട് എന്താണ് ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടിന് നമ്മൾ പറയുക പാരലൽ കണക്ഷൻ എന്ന് പറയുക. അതായത് കറണ്ട് ഡിവൈഡ് ചെയ്ത്, നേരത്തെ കറണ്ടിന് പോകാൻ ഒറ്റ പാത്തതിനുള്ളൂ അല്ലേ, കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ പാത്തുണ്ടോ? ഇല്ല. ഈ ഇങ്ങനെ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന പാത്തുകൾ ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് എപ്പോഴും എന്താണെന്ന് ഓർമ്മിക്കുക, അതൊരു പാരലൽ സർക്യൂട്ടാണ്. ഓക്കെ, ഈ ചിത്രം കണ്ടാൽ മാത്രം നമുക്ക് തിരിച്ചറിഞ്ഞാൽ പോരാ. എല്ലാ ചിത്രങ്ങളും ഇതേ മാനറിലായിരിക്കണം എന്നില്ല എക്സാമിന്, അത് പല രീതിയിലായിരിക്കും. അപ്പം അവിടെ കറണ്ട് നിങ്ങൾ എന്താ ഇപ്പോൾ നോക്കിയാൽ ബ്രാഞ്ച് വഴി ഡിവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. കറണ്ട് ബ്രാഞ്ച് വഴി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സർക്യൂട്ട് എന്താണ്? പാരലൽ സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് നോക്കുക. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R. എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R = മൊത്തം റെസിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞാണ് 1/R1 + 1/R2. അതായത് ഇപ്പോൾ 2 എണ്ണം ഉള്ളത് കൊണ്ട് 1/R = 1/R1 + 1/R2. ഇപ്പം ഒന്നുകൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് 1/R1 + 1/R2 + 1/R3. അത് എത്ര ഉണ്ടോ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതിനെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെങ്ങനെ ചെയ്യാം? അതായത് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യാം അല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ 1 × R1 അല്ലേ, R2 + R1 × 1 എന്താണ് R1/R1 × R2 ഇങ്ങനെ എഴുതി കൂടെ. R2 + R1 അല്ലെങ്കിൽ R1 + R2, അത് പ്രശ്നമില്ല, കാരണം സൈന് പ്ലസ് ആയതുകൊണ്ട്. R2 + R1 / R1 + R2. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, R1 + R2 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, 1/R = അല്ലേ ഉള്ളത്, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യുൽക്രമം, ഇതിനെ നേരെ തലതിരിച്ചിടുക. അപ്പോൾ 6 കിട്ടില്ല, നമുക്ക് 6 അല്ലേ കിട്ടണ്ടേ. അപ്പം R1 × R2 / R1 + R2. 2 എണ്ണം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. R1 × R2 / R1 + R2. അതായത് ഇപ്പം ഞാനിവിടെ വില കൊടുത്ത് കാണിച്ചു 2, 3, 2, 3. അപ്പോൾ എങ്ങനെ ചെയ്യത്? നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ 1/R = 1/2 + 1/3 എന്നാണ്. 1/2 + 1/3. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഒന്നെങ്കിൽ ഇത് LCM എടുത്തിട്ട് ചെയ്യുക. ഇതിന് രണ്ടിൻ്റെ LCM എടുക്കുക. അതായത് LCM എടുക്കുക പറഞ്ഞാൽ ഇതാ ഇങ്ങനെ LCM എടുക്കുക 2, 3. അതായത് ഇതിനെ ഇതിനെ രണ്ടിനെയും പൊതുവായി ഗുണിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ അല്ലേ, ഈ 2 സംഖ്യകൾ കൊണ്ട് ഗുണിക്കാൻ പറ്റുന്നത്. അപ്പം എന്താണ് 2ൻ്റെ അകത്തും 3ൻ്റെ അകത്തും പോകുന്ന പൊതുവായിട്ടുള്ള 2 × 6 എടുത്താൽ മതി, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് 2 × 6 ആക്കിയാൽ മതി. 6 ആക്കുക എന്ന് പറയാൻ മേലെയും താഴെയും ഗുണിക്കണം. ഇതിനെ 6 ആക്കണം, എത്ര കൊണ്ട് ഗുണിക്കണം? 2നെ 3 കൊണ്ട് ഗുണിച്ച് എത്രയാവും? 6 ആവൂലേ. അപ്പം 1 × 3/2 × 3 പ്ലസ് 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ, 3 × 2. അപ്പം 1 × 3 3, 2 × 3 6 പ്ലസ് 1 × 2 2/6. അപ്പോൾ ഡിനോമിനേറ്റർ എന്ത് ചെയ്തു? സെയിം ചെയ്തു. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ സുഖമാണ്. എന്താണ്? ന്യൂമറേറ്റർ കൂട്ടിയിട്ടാൽ മതി. 3, 2, 5, 5/6 അല്ലേ, 5/6 5/6 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം? ഈ ഒരു മെത്തേഡ് 5/6 ആണ് കിട്ടിയത് അല്ലേ, അതായത് 1/6. R = എന്ത് വരും? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം, 6/5. ഇതിൻ്റെ 1/6 ആണല്ലോ കിട്ടിയത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 6/5 Ω എന്ന് കിട്ടും ആൻസർ. നമ്മൾ ഈ മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കുക. R1 × R2 2 × 3/2 + 3 6/5. കണ്ടോ, ഇതിൻ്റെ ആൻസർ കിട്ടിയത്. അപ്പോൾ 2 മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ LCM എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ 3 എണ്ണമുള്ള കേസിലെല്ലാം 3 എണ്ണമുള്ള കേസിൽ, അതായത്
ഇവിടെ ഇപ്പോൾ ഒന്നുകൂടി ഉണ്ട് R3 മൂന്നെണ്ണം ഉണ്ട്. അപ്പം 1/R1 + 1/R2 + 1/R3 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതായത് +R3/R3 ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല. രണ്ടെണ്ണം ചെയ്തിട്ട് അതിൻ്റെ കൂടെ കിട്ടിയ ഉത്തരത്തെ വീണ്ടും ചെയ്യാനേ പറ്റും, അല്ലാണ്ട് ഒരുമിച്ച് മൂന്നെണ്ണം ചെയ്യാൻ പറ്റൂല. അത് ഓർമ്മിക്കുക, ഒരുമിച്ച് മൂന്നെണ്ണം ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും രണ്ടെണ്ണം ചെയ്തിട്ട് കിട്ടിയ ഉത്തരത്തിനോട് മൂന്നാമത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മൂന്നിൻ്റെയും വില തുല്യമാക്കി എടുക്കുക, അതായത് ഡിനോമിനേറ്റർ തുല്യമാക്കുക. ഡിനോമിനേറ്റർ തുല്യമാക്കാൻ എന്ത് ചെയ്താൽ മതി? LCM എടുത്താൽ മതി അല്ലേ? LCM എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. 2, 3, 4. അപ്പം 1/2 + 1/3 + 1/4 എന്നാണ് കിട്ടുക, അതായത് 1/R = അല്ലേ? അപ്പം ഇതിന് എല്ലാത്തിൻ്റെ LCM എടുക്കുക കഴിഞ്ഞാൽ 2, 3, 4. ഇതിൽ മൂന്നിലും മൂന്ന് പോകുന്ന സംഖ്യ ഉണ്ടാവുക. മൂന്നിൽ പോകുന്ന സംഖ്യയില്ല, മൂന്നെണ്ണത്തിലും പോകുന്ന സംഖ്യയില്ല. രണ്ടെണ്ണത്തിൽ പോകുന്ന ഉണ്ടാവും, ഉണ്ട് 2. 2ൽ 2 ഒരു പ്രാവശ്യം, 3 അങ്ങനെ തന്നെ ഇറക്കിയിടുക, 4, 2. ഇനി ഇതിൽ മൂന്നും പോകുന്ന സംഖ്യ ഇല്ലല്ലോ, അപ്പോൾ ഇതെല്ലാം ഗുണിച്ചിട്ടാൽ മതി. 2 × 1 × 3 × 2. 2 × 1 2, 2 × 3 എത്രയായി? 6, 6 × 2 12 അല്ലേ? ഇതെല്ലാം 12 ആക്കിയാൽ മതി. 12 ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 6. ഇതിന് 6 കൊണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഗുണിക്കുക, താഴെ അല്ലേ? എത്രയുണ്ടായിരുന്നു? 6 കൊണ്ട്. പ്ലസ് 3 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 12 4 കൊണ്ട്. അപ്പം 1 × 4/3 × 4 പ്ലസ് 4 3 കൊണ്ട് 1 × 3/4 × 3. അപ്പോൾ എത്ര കിട്ടും? 6 + 4 + 3 ഇത് അടിയിലെല്ലാം മൊത്തം 12 ആവൂലേ? 12 മൊത്തം 12. അപ്പോൾ എത്ര? 13/12. 1/R. R = എത്ര വരും? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. R = 12/13. ഇതാണ് ആൻസർ കിട്ടുക. ഇത്രയും ഓമ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? രണ്ടെണ്ണം ചെയ്തിട്ട് ആ കിട്ടിയ ഉത്തരത്തിന് മൂന്നാമത്തോണ്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം നോക്കുക, മറ്റൊരു ഇക്വേഷനും കൂടിയും പഠിപ്പിക്കുകയാണ്, ശ്രദ്ധിക്കാം. ഇതിപ്പം ഒരേ വിലയാണെന്ന് വിചാരിക്കുക എല്ലാത്തിൻ്റെയും. ഇപ്പം 3 ഉണ്ട്, എല്ലാത്തിൻ്റെ ഒരേ വിലയാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു 10 ഉണ്ട്, 10 പ്രാവശ്യം ചെയ്ത് നോക്കാം. അതായത് 1/R1 + 1/R2 + 1/R അങ്ങനെ 10 വരെ 1/R10 വരെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരേ വിലയാണെങ്കിൽ വ്യത്യസ്ത വിലയാണ് ചെയ്യണം, പക്ഷെ അത്തരത്തിലുള്ള കണക്കുകൾ നമുക്ക് സാധാരണ വരാറില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഒരു 10 ഓം ആയിരിക്കാം. 10 ഓമിൻ്റെ ഒരു 5 എണ്ണം ഉണ്ട് അല്ലേ? അങ്ങനെയാണ് നമുക്ക് കാണാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? R = R/n. R/n. R = R/n. ഈ R എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ വില ഒന്നാണല്ലോ, അതുകൊണ്ട് ഒന്നിൻ്റെ വില എടുക്കുക. ഇതിൽ എത്ര എണ്ണം ഉണ്ടോ, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, അതായത് റെസിസ്റ്റൻസ് ഓഫ് 1 റെസിസ്റ്റർ അല്ലേ, ഒന്നിൻ്റെ റെസിസ്റ്റൻസ് എടുക്കുക, അതിനെ നമ്പർ ഓഫ് റെസിസ്റ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 10 എണ്ണം ഉണ്ടെങ്കിൽ ഒന്നിൻ്റെ റെസിസ്റ്റൻസ് 10 ആണ് അല്ലേ? ഇത് അങ്ങനത്തെ ഒരു 5 എണ്ണം ഉണ്ട്, അപ്പം 10/5 = 2 ഓം ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകതകൾ: ഒന്ന്, കറണ്ട് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. കറണ്ട് എന്ത് ചെയ്യും? റെസിസ്റ്ററിൻ്റെ വില അനുസരിച്ച് ഡിവൈഡ് ചെയ്യപ്പെടും. എങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടും? അപ്പോൾ നോക്കുക, 10 ഓം, 5 ഓം, 7 ഓം. ഇതിൻ്റെ അകത്തൂടെ ഏറ്റവും കൂടുതൽ കറണ്ട് ഒഴുകുക ഇതിൻ്റെ അകത്തൂടേക്കും. ഇതിൻ്റെ അകത്തൂടെ കൂടുതൽ കറണ്ട് ഒഴുകുക 5 ഓമിലാണ്. എന്തുകൊണ്ടാണ്? റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലാണ് എപ്പോഴും കറണ്ട് കൂടുതലായി സഞ്ചരിക്കുക. എപ്പോഴും നമ്മൾ ഈസിയുള്ള വഴിയല്ലേ എപ്പോഴും സഞ്ചരിക്കാൻ ഉപയോഗിക്കുക, പെട്ടെന്ന് എത്തുന്ന വഴിയിലല്ലേ നമ്മൾ പോവുക. അതേപോലെ തന്നെയാണ് കറണ്ടും. ഇതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് കൂടുതലാണ്, കാരണം റെസിസ്റ്റൻസ് പറഞ്ഞാൽ കറണ്ടിനെ തടസ്സപ്പെടുത്തുക അല്ല, തടസ്സപ്പെടുത്താനുള്ള കഴിവല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ കൂടുതൽ കറണ്ട് ഒഴുകൂല. അപ്പോൾ എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്ത് കൂടിയാണ്. അതിപ്പോൾ ഒരു 10 ആംപിയർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 5 ആംപിയർ ഇതിൻ്റെ അകത്തൂടെ പോകുകയായിരിക്കാം. ഇതിൻ്റെ അകത്തൂടെ ഒരു 2, ഇതിൻ്റെ അകത്തൊരു 3 ഇങ്ങനെയായിരിക്കും പോകുന്നത്. ജസ്റ്റ് ഇതെടുക്കുകയാണ്, ജസ്റ്റ് ഒരു വാല്യൂ എടുക്കുന്നതാണല്ലോ, ഇത് കൃത്യമാണെന്നില്ല. ഇത് ചെയ്തു നോക്കിയാൽ കൃത്യമായിട്ടുള്ള വില കിട്ടും. അപ്പം കൂടുതൽ കറണ്ട് എപ്പോഴും ഒഴുകുക റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലാണ്. അപ്പം എപ്പോഴും കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. നേരത്തെ കറണ്ട് എന്താണ്? സെയിം ആണ്. ഇവിടെ കറണ്ട് ഡിഫറൻ്റ് ആണ്. എന്നാൽ വോൾട്ടേജ് അതായത് വോൾട്ടേജ് അക്രോസ് ഈച്ച് ഡിവൈസ് ഇസ് സെയിം. ഇതിന് കിട്ടുന്ന വോൾട്ടേജ്, ഇതിന് കിട്ടുന്ന വോൾട്ടേജ് തുല്യമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു 50 വോൾട്ടാണ്, ഇതിനും 50 വോൾട്ട് കിട്ടി, ഇതിനും 50 വോൾട്ട് കിട്ടും, ഇതിനും 50 വോൾട്ട് കിട്ടും. നേരത്തെ അങ്ങനെയാണോ? അല്ല, നേരത്തെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? നേരത്തെ കറണ്ട് സെയിം, വോൾട്ടേജ് ഡിഫറെൻറ്റ്. ഇവിടെ കറണ്ട് ഡിഫറെൻറ്റ്, വോൾട്ടേജ് സെയിം. ഇവിടെ നോക്കുക, ഇവിടെ ഒരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണിത്. 50 വാട്ട്സ് ബൾബ്, 100 വാട്ട്സ് ബൾബ്. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ സർക്യൂട്ട് ഇപ്പോൾ എങ്ങനെയാണുള്ളത്? പാരലൽ കണക്ഷനാണ്.
പാരലൽ കണക്ഷനിൽ ഇതിൻ്റെ അകത്ത് ഏത് ബൾബാണ് നല്ലോണം കത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഏതാണ്. ഇതിൽ 100 വാട്ട്സ് ബൾബാണ് എന്ത് ചെയ്യുക നല്ലോണം കത്തുക. കാരണം ഇതിനും 200 വോൾട്ട് കിട്ടും, ഇതിനും 200 വോൾട്ട് കിട്ടും. അപ്പം പവർ കൂടിയ ബൾബാണ് എന്ത് ചെയ്യുക നല്ലോണം പ്രകാശിക്കുക. കാരണം രണ്ടിനും കിട്ടുന്ന ഒരേ വോൾട്ടേജാണ് അല്ലേ, വോൾട്ടേജ് തുല്യമാണ്. അപ്പം പവർ കൂടിയ ഡിവൈസ് എന്ത് ചെയ്യൂ നല്ലോണം പ്രകാശിക്കും അല്ലേ. അപ്പം ശ്രദ്ധിക്കുക, പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണ്, അതേപോലെ കറണ്ട് ഡിഫറെൻ്റ് ആണ്. പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ഇൻഡിവിജ്വൽ സ്വിച്ചസ്. അതായത് ഇവിടെ ഒരു സ്വിച്ച് വെച്ചാൽ ഇത് മാത്രമാണ് ഓണാവും അല്ലേ. ഇവിടെ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ആ സമയത്ത് ഓണാവും. ഇത് ഓഫ് ആക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഓഫ് ആക്കി ആ സമയത്ത് ഈ സർക്യൂട്ട് കൂടെ കറണ്ട് ഒഴുകൂല. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യും, ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. നമ്മുടെ വീട്ടിലെല്ലാം വയറിങ് ചെയ്യുക ഏത് വെച്ചിട്ടാണ് ഈ പാരലൽ കണക്ഷൻ ഉപയോഗിച്ചിട്ട്. കാരണം എന്താണ്, ഇങ്ങനെ ഘടിപ്പിക്കുന്ന സമയത്ത് എല്ലാത്തിനും ഒരേ വോൾട്ടേജ് കിട്ടും, അതേപോലെ ഓരോന്നിനെയും നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്കങ്ങനെ സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ, ഈ സീരീസിൽ അങ്ങനെ സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതേപോലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടിയും പറയുകയാണ്, ശ്രദ്ധിക്കുക, ഇത്രയാണ് മൊത്തത്തിലുള്ളത്. ഇന്ന് നമ്മൾ പറഞ്ഞത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും റെസിസ്റ്റേഴ്സ് ഇൻ പാരലലും. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് വൺ ആഫ്റ്റർ ആണ്, ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് കണക്ട് ചെയ്യുക. അതായത് ഇങ്ങനെ ബോഗി കണക്ട് ചെയ്തതുപോലെ കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് സീരീസ് കണക്ഷനാണ്. അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക, അതായത് മൊത്തം റെസിസ്റ്റൻസ് കാണുക എന്ന് പറഞ്ഞാൽ R1 + R2 + എത്ര ഉണ്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോയാൽ മതി. എന്നാൽ പാരലൽ കണക്ഷൻ ആ സമയത്ത് 1/R = 1/R1 + 1/R2 + 1/R3 അതങ്ങനെ പോകും. ഇപ്പോൾ രണ്ടെണ്ണം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, R = R1 × R2 / R1 + R2 അത് വെച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, സീരീസ് ആണെങ്കിൽ എന്ത് ചെയ്യാണ്, കറണ്ട് സെയിം ആയിരിക്കും അല്ലേ, കറണ്ട് അക്രോസ് ഈച്ച് ഡിവൈസ് ഈസ് സെയിം. എന്നാൽ പാരലൽ എന്താ പ്രത്യേകത, കറണ്ട് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. കറണ്ട് ഡിവൈഡ് ചെയ്തു പോകും ഏതിൻ്റെ വിലക്കനുസരിച്ച്, റെസിസ്റ്റൻസിൻ്റെ വിലക്കനുസരിച്ച്. കൂടുതൽ കറണ്ട് ഒഴുകുക എപ്പോഴും കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള പാത്ത് കൂടിയാണ് അല്ലേ. അടുത്ത രണ്ടാമത്തെ എന്താണ്, വോൾട്ടേജ് അക്രോസ് ഈച്ച് ഡിവൈസ് ഡിഫറെൻറ്റ്. സീരീസിൽ പാരലലോ വോൾട്ടേജ് അക്രോസ് ഈച്ച് ഡിവൈസ് സെയിം. പാരലാണ് വോൾട്ടേജ് എല്ലാത്തിനും ഒരേപോലെ കിട്ടുക, സീരീസിലോ വ്യത്യസ്തമായിരിക്കും. ഇനി എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസിൽ കൂടി വരും എണ്ണം കൂടുന്നതനുസരിച്ച്. ഇവിടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത്രത്തോളം എന്തില്ല, അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ് ആണ്. പിന്നെ സീരീസിൽ ഇറ്റ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. ഓരോന്നിനെയും പ്രത്യേകം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. എവിടെയോ ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ചസ്. ഇതാണ് സീരീസും പാരലലും തമ്മിലുള്ള പ്രത്യേകത. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പ് വഴി ഡിസ്കസ് ചെയ്യുക, ചോദിക്കുക. അപ്പം ഏത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെ അകത്തുള്ളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഈ ബൾബിൻ്റെ എല്ലാം കേസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറുള്ളത്. പിന്നെ അതേപോലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോകുന്നത് ലൈറ്റിംഗ് എഫക്റ്റിലേക്കാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ ലൈറ്റിംഗ് എഫക്റ്റുമായിട്ട് നമുക്ക് കാണാം. അപ്പം താങ്ക് യു.